എല്ലാവർക്കും നമസ്കാരം. ശ്രീകാന്ത് ഏജൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇച്ചിരി ഒരു വേറെ ഇങ്ങനെ റൂളുകൾ IRCC ഇടയ്ക്കിടയ്ക്ക് പുതിയ പരിപാടികളുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് വന്നതേ ഉള്ളൂ. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞ് നമ്മുടെ വർക്ക് പെർമിറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ IELTS എഴുതിയാൽ മാത്രമേ നമുക്ക് വർക്ക് പെർമിറ്റിനുള്ള എലിജിബിലിറ്റി ആവുകയുള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാനഡയിലെ ഒരു വാർത്തയെന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം ആദ്യം തന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റഡി വിസ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു അക്കാഡമിക്കിൻ്റെ IELTS എഴുതി അതിന് 6.5 ഓവറോൾ സ്കോർ വരുന്ന പോലെ ഒരു സ്കോർ മേടിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും കാലവും വർക്ക് പെർമിറ്റിലേക്ക്, അതായത് 2 ഇയർ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള 3 ഇയർ വർക്ക് പെർമിറ്റാണ് നമുക്ക് കിട്ടാറ്. 1 ഇയർ കോഴ്സാണ് 1 ഇയർ, 2 ഇയർ ആണ് 3 ഇയർ. അപ്പോൾ ഇത് ഏത് തന്നെ ആയാലും നമുക്ക് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു IELTS എക്സാം അല്ലെങ്കിൽ സെൽപിപ്പ് പോലുള്ള എക്സാം നമ്മൾ ക്ലിയർ ചെയ്യണം. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതായത് അവർ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിലുള്ളവർ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത് ഏതാണ്ട് CLB 5 ആണ്. അതുപോലെ തന്നെ ഇപ്പം യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് ഇവിടെ പഠിച്ചിട്ടിറങ്ങുന്നതെങ്കിൽ CLB 7 വേണം. അപ്പോൾ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ബേസിക്കലി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എക്സ്ട്രാ ഒരു പൈസയും കൂടി, ഇപ്പോൾ നമ്മൾ IELTS ആ ഒരു സ്കോർ എഴുതി വരുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും നമ്മൾ IELTS ആ ഒരു സ്കോർ എഴുതി വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും അതിനുള്ള ഇംഗ്ലീഷ് അറിയാമല്ലോ, അത്രയും വലിയ പ്രശ്നം വരുന്നില്ലോ എന്നുള്ളതായിരിക്കും. പക്ഷേ ഇവർ ഈ റൂള് കൊണ്ടുവന്നതിൽ എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പം എന്താണെന്ന് പറഞ്ഞാലും കുറേ അധികം കുറച്ച് റവന്യൂ ഇതിൽ കൂടെ എന്തായാലും വരും, കാരണം സ്റ്റുഡൻസ് എല്ലാം എഴുതുമ്പോഴത്തേക്കും. പക്ഷേ അതൊരു പ്രധാന കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ പല ഭാഗത്തു നിന്ന് വരുന്നവരിൽ ഇവിടെ വന്നിട്ട് കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒഫീഷ്യൽസോ അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ച് 4 ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് പേരും വീട്ടുപേരും ഒക്കെ കൂടെ കൂട്ടി കുറച്ച് കാര്യം ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താൻ പറഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അതായത് എങ്ങനെയാണോ ഈ ഫേക്ക് പരിപാടി നടക്കുന്നത് നടത്തില്ല, കുറേ പേരെ ഡീപ്പോർട്ടൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്കറിയാം കുറച്ച് കാലം മുന്നേ. അപ്പം അതുപോലെ തന്നെ അങ്ങനെ അവർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ, ഈ പുതിയ റൂൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഇവിടെ സർവൈവ് ചെയ്യാൻ, ഈ സൊസൈറ്റി സർവൈവ് ചെയ്യാൻ ആവശ്യത്തിന് ഒരു മിനിമം ഇംഗ്ലീഷ് ആവശ്യമുണ്ട് എന്നുള്ളൊരു സംഭവമാണ്. അപ്പം ആ ഒരു കാരണത്താൽ ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് നവംബർ 1-ാം തീയതി തൊട്ട് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു IELTS അല്ലെങ്കിൽ സെൽപിപ്പിൻ്റെ ഒരു സ്കോർ വേണം. അപ്പോൾ അതോട് നമുക്കൊരു പരിധി കൂടുതൽ ആധികാരികമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കുക, ഇപ്പോൾ ഒരു 1 ഇയർ കോഴ്സ് എടുക്കുന്ന ആൾക്ക് നാട്ടിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ജനറൽ IELTS എഴുതിയിട്ട് പോന്നാൽ 1 ഇയർ അല്ലേ കോഴ്സ് കഴിയുന്നുള്ളൂ, പിന്നെയും വാലിഡിറ്റി ഉണ്ടല്ലോ. അത് കോഴ്സിൻ്റെ ഇപ്പോൾ 2 ഇയർ വാലിഡിറ്റി ഉള്ള IELTSൻ്റെ ഒരു ജനറൽ എക്സാം എഴുതിയിട്ട് പോകുന്ന കഴിയുമ്പോഴത്തേക്കും ഇവിടെ 1 ഇയർ കോഴ്സ് കഴിഞ്ഞിട്ടെന്നാൽ അത് കാണിച്ചാൽ മതിയോ എന്നുള്ളത് ചിലപ്പോൾ ഇൻ കാനഡ വേണമായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള IELTSൻ്റെ ഇതായിരിക്കും വേണ്ട, അല്ലെങ്കിൽ നാട്ടിൽ നിന്നാണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ ക്ലാരിറ്റി വരാനുണ്ട്. അതൊക്കെ ബാക്കി പുറമേ നമ്മൾ റൂളുകൾ കൂടുതലായിട്ട് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും.